എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ ഹലോ ഗൈസ്, ഞാൻ പഠിക്കുക പറയും. പോകാനായോ? ടിക്കറ്റ് എടുത്തോ? സൗദി വ്ളോഗിനൊക്കെ ആയിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, വയനാട്ടിലൊക്കെ പോയി വന്ന് നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊരു വ്ളോഗ് ചെയ്തിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈവനിങ് എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, ഒരു വെറൈറ്റി. അതിനൊരു കപ്പ പറിക്കാൻ വേണ്ടിയിട്ട് ഇതാ വന്നതാണ്. ഇതാണ് ഐഷു. എനിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ, നിന്റെ കൂടെ വരുന്നോ? തായോട്ട് ഇതങ്ങോട്ട്. ഏത് ഒരു ഉച്ച വരൂല. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അപ്പൊ ഗൈസ്, എല്ലാവർക്കും ഐഷു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്വാഗതം ചെയ്തോ? സ്വാഗതം. അപ്പൊ ഇന്ന് നഴ്സറിയിലൊക്കെ പോയി വന്നതാണ് ഐഷു അല്ലേ? എന്താ പഠിച്ചേന്ന്? അപ്പൊ എന്താ, ഞങ്ങള് കപ്പ പറിക്കട്ടെ ഗൈസ്. ഇനി എന്തിനാ എന്റെ കൂടെ വരുന്നത് ഐഷ? ഇബ്രാഹിമേ, ഐഷ ഇനി എന്തിനാ എന്റെ കൂടെ വരുന്നത്? ഇവിടെ മുള്ളൊക്കെ ഉണ്ടാവും. ഇനി വിടുന്നോ? ഞാൻ പോയിക്കോളാം. എന്നാ എടുക്ക വാ. മുള്ളുണ്ടാവാ, എടുക്ക. എന്നാ ഞാൻ പോയിക്കോളാം. അപ്പൊ നിങ്ങളെ പോലെ മെലിഞ്ഞ പൂളാണ് ഇവിടെ ഉള്ളത്. അതെന്താണ് എങ്ങനാ? അതന്നെ കപ്പ 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 കണ്ടോ? ഇതാണ് കപ്പ. അപ്പൊ നമുക്ക് കപ്പ പറിക്കാം. ഇത് ഓളോട് ഞാനോ എടുക്കാറിനപ്പോൾ കേട്ടില്ല. അത്യാവശ്യം കൈ നോക്കണ്ട, എങ്ങനെ കല്ലാണ്ട് എന്ത് അടങ്ങി നിക്കൂല. ഇങ്ങനെ വിളിക്കുമ്പോ എനിക്കിപ്പോ എന്തോ മാനുക്കാന്നല്ലേ വിളിച്ചുള്ളൂ. ഞങ്ങൾ ഇതും കൊണ്ട് പോവാണ്. പിന്നെ പച്ചക്കായൊക്കെ ഇടുമല്ലോ നമ്മള്. വാ, എന്റെ കായ്പൊന്ന് പിടിക്കണ്ടോ. ആ, എന്നാ പോട്ടോ. വിൽക്കുന്നത് ലൈവായിട്ട് കാണാം. പോയിക്കോ. ഓ, അതേ പറഞ്ഞ കൈ ഇരിക്കാൻ നടക്കുന്നു. എടുക്കണോ? കൊണ്ടത്താ പിടിക്കതാ കൊണ്ടഞ്ഞി തടഞ്ഞു തൂക്കുതാ. നല്ല കര. ഗായ്സ്, നമ്മുടെ കപ്പ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കപ്പയും കൊണ്ട് ഇതാ പോവുകയാണ്. അങ്ങനെ പൂളെടുത്ത് വന്നു. ഐഷു കൊയിഞ്ഞി ഐഷു. ഇഞ്ഞാ പൂള പറിച്ച് ശരിക്കും മെച്ചിയാണ് പൂള പറിച്ച്. ഇന്ന് നോക്കിയിട്ടുണ്ട്. ഇന്ന വച്ച് പറയും പണിയെടുത്തോലോ ഇമല ഇതില്. അപ്പൊ ഞമ്മക്കിനി ഇതുണ്ടാക്കല്ലേ ഐഷു? എന്ത് ഫോട്ടോ എടുക്കണെന്ന്? കപ്പ എടുത്ത് പിടിച്ചുകൊണ്ട് വാ. നോക്കട്ടെ, എനിക്ക് പിടിക്കാൻ നോക്കട്ടെ. കാണിച്ചോക്ക് പറയും. ആ തോർത്ത് നാളെ വെക്കുവോ? ഇനിതാ നമ്മുടെ കപ്പ തോലൊക്കെ കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം. തോലൊക്കെ കളയുന്നുണ്ട്.
വത്തക്ക അതെന്താ കയ്യില്? എനിക്ക് വത്തക്കാണോ ഇഷ്ടം ഓറഞ്ചാണോ ഇഷ്ടം? അക്കീമോ? കുഞ്ഞാവ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത് വത്തക്ക ഓറഞ്ചും ഐസ്ക്രീമാണ് ഇഷ്ടമെന്ന്. ഞങ്ങൾ ഓറഞ്ചൊക്കെ തിന്നട്ടെ, പുഴുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് വിശക്കും. ഗൈസ് ഞങ്ങൾ ദാ സിപ്പപ്പ് കഴിക്കാനല്ല, സിപ്പപ്പല്ല കുൽഫി 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 തിന്നാൻ പോവുകയാണ്. വെൽക്കം. എന്നാ പൊന്നൂന്റെ ഒക്കെ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചോ. എന്നാ പൊന്നൂന്റെ അമ്മച്ചിന്റെ ഒക്കെ എന്നാ കുടിക്കാൻ കിട്ടൂല, ഫ്രിഡ്ജ് കൊണ്ടുപോയേക്ക്. അമ്മച്ചിന്റെതും പൊന്നൂന്റെ ഒന്നും എല്ലാം കൊണ്ടുവച്ചോ ഫ്രിഡ്ജില്. ഇത് ഫ്രിഡ്ജിൽ വെച്ചാ അന്ന് അലിഞ്ഞു പോയിക്കുന്നത്, കിട്ടൂല. എനിക്ക് 2 എണ്ണം ഞാൻ പ്രത്യേകം പറഞ്ഞ് വാങ്ങിപ്പിച്ചതാ. ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്. നമ്മള് ഏലക്കായന്റെ ഫ്ലേവർ ഒക്കെ ഉണ്ടെങ്കില് അടിപൊളി. അലിഞ്ഞൊരു പരിപാടി ഗൈസ്. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഏതാ ഫ്ലേവർ? ഞമ്മള് വയനാട്ടിൽ തിന്നിട്ടാ അലിഞ്ഞ് വിൽക്കപ്പെട്ടോ. നെല്ലുമ്പുളി കൊടുക്കല്ലേ? ഏതാ നോക്കണ ടേസ്റ്റ്? ഗൈസ് പച്ചക്കായി വാങ്ങാൻ പറഞ്ഞിട്ട് എന്റെ ഡാഡിക്കുളും പച്ചക്കറി വാങ്ങാൻ മറന്നു പോയി. വീട്ടിലുള്ള പതിപ്പിക്കാൻ വെച്ച പഴം ഉണ്ടായിരുന്നു, അത് എടുത്ത് തൽക്കാലം ഇപ്പൊ അതിട്ട് കേട്ടോ. കുപ്പായ മാറ്റി കൊടുക്കണമല്ലോ, ഇത് എടുത്തിട്ടാണ്. ഇതിന്റെ കുപ്പായത്തിന് ഇപ്പൊ ഒന്നും ആയില്ലല്ലോ, പിന്നെ ഇതിന്റെ കുപ്പായം മാറ്റുന്നത് ഒന്നും ആയില്ല കുപ്പായത്തില്. സുന്ദരിയാവും, സുന്ദരിയാക്കി കഴിച്ചിനോട് ആയില്ല. മുടി കാണിച്ചെടുക്ക്. എന്താ തെല്ലാം മാറ്റുന്നത്? ഒന്നേ ഉള്ളൂ അതിന്റെ അടിയിലോ തീന്റെ കുപ്പായം കാണല്ലോ. അതെന്താ എന്റെ കയ്യിലുള്ളത്? കൊണ്ടുവരും നോക്കട്ടെ. പൂളയും പിന്നെന്തയും പച്ചക്കായും കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളിട്ടുണ്ട്, ചീരാമുളക്, ചെറിയ ജീരകം, പിന്നെന്തായിരുന്നു. ഹലോ ഗൈസ്, ഓളി ഇരിക്കുന്ന സ്ഥലം അടുപ്പിന്റെ മുകളിലാണ് കയറി ഇരിക്കുന്നത്. അവൾക്ക് കളിക്കാൻ വേണ്ടി പള്ളിയിൽ പോവില്ല. ഇവിടെ നല്ല വൈബാണ് ഇരിക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് ഇഷ്ടം അവിടെ ഇരിക്കാൻ. അമ്മ പറയുന്ന വണ്ടിയാണ് വലിയ ജീരകം. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ട് ആയിട്ടുണ്ടായിരുന്നു. അത് പുഴുക്കനല്ലേ, അതും അതിന് നമ്മള് കപ്പട്ടില്ല, പച്ചക്കായി മാത്രം. അത് വേറെ, ഇത് വേറെ. ടേസ്റ്റ് ഒക്കെ ചെറിയ വ്യത്യാസം അത്ര തന്നെ ഉള്ളൂ. അപ്പൊ അങ്ങനെ പറയാം, ഒരു രസത്തിന് അങ്ങനെ പറഞ്ഞതാട്ടെ ഞാന്. വലിയ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലും കപ്പന്റെ ഒരു ഫ്ലേവർ മറ്റേ അങ്ങനെ കാണും കഴിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ ഉച്ചക്കത്തെ ഒരു കറിയായിരുന്നു ഇത് തക്കാളി പപ്പടക്കറി കേട്ടോ. അതായത് ഞങ്ങൾ ഉച്ചക്കത്തെ കറി പപ്പടക്കറി ഉണ്ടോ. അമ്മ കഞ്ഞിവെള്ളം വെച്ചിരുമ്മ, അമ്മ കഞ്ഞിവെള്ളം വെച്ച് ഇതില് കഞ്ഞിവെള്ളം അതിന്റെ പപ്പടം തക്കാളി. ഇതായി ഗൈസ് ഞങ്ങളുടെ ഉച്ചക്കത്തെ കറി കേട്ടോ.
ഇതിന് നല്ല ടേസ്റ്റി കറിയാ നല്ല ടേസ്റ്റുള്ള കറിയാ. പച്ചമുളകിന്റെ ഒക്കെ ആ ഫ്ലേവർ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അടിപൊളിയാ. ഇതിന്റെ റെസിപ്പി ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ ഇട്ടുന്നതായിരിക്കും. എന്താ ചിരിക്കുന്നത്? വെറൈറ്റി അല്ലേ? വെറൈറ്റി അല്ലേ? ആ എന്താ ചിരിക്കുന്നത്? എരിവ് കിട്ടാണ്ടാവും ഇത്തരം പുളിയൊക്കെ. ഗൈസ് നമ്മുടെ പപ്പട കറി ഇതാണ്ടോ. നല്ല ടേസ്റ്റാ. ഐഷു പഠിക്കാണോ പോയോ ഗൈസ്? പഠിക്കാണ് എന്റെ ചേച്ചമോള്. ആ പഠിച്ച ഏതാക്ഷരം കുഞ്ഞ്? ഇതെന്താ? അല്ല ഗൈസ് ഞാൻ പഠിക്കാ പറയും. ഇതെന്താ? ഞാൻ പഠിക്കുമ്പോ ഒന്നും ഉണ്ടാകുന്നേ. അതെ ഗൈസ് ഓള് കുട്ടി പഠിക്കാണ്, അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബൻസ് ചെയ്യണ്ട കേട്ടോ. പഠിച്ചോട്ടെ. ഇത് ഇതിന്റെ ഐശ്വന്റെ കലാവിരുതാ. ആ വെച്ചിട്ട് ഒരു അക്ഷരം ഒരു ഇത് പറയും. ഒരു മൃഗത്തിന്റെ പേര് പറയും. ഇതേതാ മൃഗ? ഇത് ഗൈസ് ഇത് ഞാൻ കളർ ഇട്ടെടുത്തതാ അല്ലേ? ഞാൻ കളർ ഇട്ട ഗൈസ്. എങ്ങനെയുണ്ട്? ആയിഷ പഠിച്ചോട്ടോ. പഠിച്ചേ? ഞാൻ പഠിക്കാണ് ഗൈസ്. പിന്നെ കാണാറേ ഉറങ്ങുമ്പോ കാണാം. ഇവിടെ ശ്രദ്ധിക്കും. മലൂതില്ലല്ലോ, വയലുണ്ട് ചുണ്ടപ്പുറത്ത്. അപ്പൊ ആടുന്ന് പാട്ടേക്കുന്ന ചോദിച്ചാ എന്താ? നിങ്ങളിപ്പോ അത് പൊയ്ക്ക് കൂട്ടിയിരുന്നില്ല? മദ്രസിൽ വയലുണ്ട്. വയലിന് പോകാൻ വേണ്ടിട്ട് ഉമ്മ ഫുഡ് കഴിക്കുകയാണ്. ഇത് ഓഫാക്കി. അയ്യടാ ഇങ്ങോട്ട് വാ. വേണ്ട കുപ്പി നിലത്തുണ്ടോ? നനക്ക് വേണ്ടി എടുത്തോ, എന്നിട്ട് അവിടെ വെച്ചോ. എനിക്ക് പുഴുക്ക് തിന്നാനുള്ളതാ. കപ്പയും പുഴുക്കും നല്ലേ. നാളെ കൊണ്ടുപോയിക്ക് വീണോ കേട്ടോ. നീ പഠിച്ചോ? എങ്ങനാ പഠിച്ചേ? പിന്നെന്താ പഠിച്ചേ? ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പാത്രത്തെ പഠിച്ചിട്ടില്ല. ഞാൻ ആ പാത്രത്ത് പഠിച്ചു. എങ്ങനെയുണ്ട് പഠിക്കാന്? ഇപ്പൊ ഇങ്ങോട്ടാ ഇതുമല്ലേ ഇപ്പൊ എനിക്ക് ഗൈസിനോട് പറയാന്ന് വെച്ചാ പറഞ്ഞ ഒരേ വെയിറ്റ് ചെയ്യുന്നു. എന്റെ പേര് ചോദിച്ചിന് ഒരാള്. പേര് പറഞ്ഞെടുത്ത ആള്. എന്റെ പേരെന്താന്ന്? ആയിഷ ആയിര. എന്റെ അപ്പച്ചന്റെ പേര് അബു. അല്ല, എന്റെ അബ്ബന്റെ പേര്? എന്റെ ഉമ്മച്ചിന്റെ പേര്? എന്നെ പ്രസവിച്ച ഉമ്മച്ചിന്റെ പേര്? ഗൈസ് ഓളെ അമ്മച്ചിന്റെ പേര് ചോദിക്കാൻ പറഞ്ഞ ഓള് പറയേ. ഗൈസ് ഓളെ അമ്മച്ചിന്റെ പേര് ചോദിക്കാൻ ചോദിച്ചാല് ഓള് പറയും ഓളെ ഉമ്മമ്മന്റെ പേരാ പറയാ. ഇവിടുത്തെ ഉപ്പന്റെ പേര് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ അപ്പന്റെ പേരാ പറയാ. സ്കൂൾ പോയപ്പോട് എന്റെ അബ്ബന്റെ പേര് എന്താ ചോദിക്കോ? ഉപ്പച്ചിന്റെ അമ്മച്ചിന്റെ പേരല്ലേ ചോദിക്കുക? അപ്പൊ എന്നോട് ടീച്ചർ ചോദിക്കൂ എന്റെ അമ്മച്ചിന്റെ പേരെന്താ? അപ്പൊ ടീച്ചറോട് അന്റെ ഇനി സ്കൂൾ പോണേരേ ടീച്ചർ ചോദിക്കും ഉമ്മച്ചിന്റെ പേരെന്താ? അപ്പൊ എന്താ പറയാ? ഓഹോ ഏതെങ്കിലും ഒരു ടീച്ചർ ചോദിക്കൂ. അപ്പൊ എന്താ പറയാ? എന്തെന്ന്? അപ്പൊ ടീച്ചറോട് ചോദിക്കരുത്, പറയരുത് ഏത് ഉമ്മച്ചി. നമ്മ ടീച്ചർ ചോദിക്കാൻ എനിക്ക് എത്ര ഉമ്മച്ചിണ്ട്? അപ്പാപ്പന്റെ പേര്? ഈമർ ഇങ്ങനെ കളിക്കാണ് സാധനം. എല്ലാം പൊട്ടിപ്പോവും. പോടുന്ന് ചില്ലാണ്. അപ്പാപ്പന്റെ പേരെന്താ? ഇതിലേക്ക് തുറന്നു തരാം. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്. അത് എടുക്കണ്ട ഈശോ, തിരികെ ഇടുമ്പോ തേക്കാണല്ലേ. നേരെ ഉമ്മച്ചിക്ക് പോവാനുണ്ട്, സമയമില്ല. എനിക്ക് പൂഞ്ചി കൊണ്ടത് ഇളക്കാൻ പൂഞ്ചിയൊന്നും വേണ്ടേ? പൂഞ്ചി വേണം. പൂഞ്ചി കൊണ്ടമ്മ എടുത്തേക്ക് പൂഞ്ചി കൊണ്ട
വലിയ കുഞ്ചല്ല കുഞ്ഞു കുഞ്ചു ആ വെക്ക മോളെ. ഇത് കൊണ്ടുണ്ട് ഈ സാധനത്തിനെ കൊണ്ടാവൂല. താങ്ക് യു. താങ്ക് യു. അതാടെ ഞാൻ തോയിച്ചാ ഇഷ എനിക്കിനോട് കിട്ടൂട്ടോ. അത് നമുക്ക് ഈ തേക്കാനുള്ളതാ. കടലപ്പൊടി എടുത്താ പോയിക്കുന്നു. ഇതിലേക്ക് പറിച്ചിട്ട് കഴിക്കുക. പൊന്നുംതാറിന്റെ പിന്നെ അതിലേക്ക് ഇറച്ചിട്ട് കഴിച്ചാൽ നിങ്ങളെന്താ വിചാരിച്ച്? ഇറച്ചി വേറെ കഴിക്കണം. ഞാൻ വേറെ കഴിച്ചോളൂ. ഇതിലേക്ക് കൂടെ ചെയ്യും. ഇപ്പൊ നേരെ നേരെ ഇല്ലാത്ത കൂടെ നമുക്ക് ഈ കണ്ട കുറച്ചും കൂടി മല്ലിപ്പൊടി ഇട്ടോ നല്ല ചോയ കൊടുക്കട്ടെ. തേങ്ങ അരച്ചോ? ഇനി എനിക്ക് തേങ്ങയും കൂടി അരച്ചിട്ട് ഒഴിച്ച സംഭവം സെറ്റാണ്. എനിക്കൊന്നും വേണ്ട ഇഷുമ, നീ കളയാണ്ടെന്നാ മതി. ഗൈസ്, നമ്മൾ എന്നത് വീഡിയോന്റെ കമന്റ്സ് ഒക്കെ നോക്കട്ടെ. സൗദിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കമന്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഒന്നും അതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത്. സൗദിയിൽ പോകാനായോ ടിക്കറ്റ് എടുത്തോ? സൗദി വ്ളോഗിനൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടപ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. ടിക്കറ്റ് എടുത്തില്ല ഗൈസ്. എടുത്താൽ ഞാൻ എന്തായാലും പറയാം. ഓക്കെ, ചെറിയ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. എന്തായാലും എടുത്താൽ നമ്മൾ എന്താ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അമ്മ ഈ കോഴിയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് മസാല ഒന്നുകൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ എക്സ്ട്രാ നമ്മൾ ഈ കപ്പ ചേർത്തുന്നേ ഉള്ളൂ. ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. പായസമായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇല്ല, പായസം ഒന്നായില്ല. ഇങ്ങനെ കൊഴിഞ്ഞ് വരണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പം ഇനിയാണ് നമ്മുടെ പുഴുക്കിൻ്റെ മെയിൻ പരിപാടി. ജസ്റ്റ് ഒന്ന് ഇടിക്കാം, ഇങ്ങനെ ഒന്ന് കടയ്ക്കലോണ്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുക്കാം കേട്ടോ. അതൊന്നും കുക്കറിൽ ഒടിച്ചെടുത്താലും മതി. നാട് പൊള്ളട്ടെ. ചൂടുണ്ട്. ഇന്നിട്ട് ചൂട് പറഞ്ഞത് ഇവിടെ എങ്ങനെ തിന്നിട്ട് എങ്ങനെ ഉണ്ട് പറയട്ടെ. ഇഷ്ടല്ലേ? തന്റെ ഇതല്ല, അതെങ്ങനെ ഉണ്ട്? ഉമ്മച്ചുണ്ടാക്കി എങ്ങനെ ഉണ്ട് കാണാന്? തിന്നാനോ? തിന്നണ്ട. അങ്ങനെ അടിപൊളി പൊഴിക്ക് റെഡി കേട്ടോ. അങ്ങനെ ഗായ്സ്, നമ്മളതാ കപ്പപ്പൊഴുക്ക് ഞാൻ കുറച്ച് തിന്നു നോക്കി. ഒത്തിരി ചോറിടാം കേട്ടോ. ഞാൻ എന്താ ഇത്രേ ചോറ് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ കപ്പ പുഴുക്കും ചോറും കൂട്ടിട്ട് നമുക്ക് ചോറ് കഴിക്കാം. സൂപ്പർ. അവിടെ നോക്കിയിട്ടാണ് എന്നെ കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മള് കഴിക്കാൻ പോകട്ടോ. മക്കളാ, ഞാൻ വീഡിയോ എടുക്കുന്ന ലെവൽ ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ, അതാണ് എനിക്ക് വീഡിയോ എടുക്കാനേ താല്പര്യമില്ലാത്തത്. ഞാൻ സംസാരിക്കാൻ നിങ്ങൾ കേൾക്കില്ല. അല്ല, ഞാൻ സിപ്പപ്പ് വേണം. ഇതൊന്നേ ഐസ് എങ്ങനെയുണ്ട് പുഴുക്ക് എന്ന് പറയും. അച്ഛനാക്കല്ലേ അന്നല്ല എന്നാ കാണിക്കുന്നത്. കഴുകി വെക്കാനുണ്ട്. ഐസു ഉമ്മച്ചിയോ? ഉമ്മ നമ്മൾ കെടുക്കാൻ പോകൂലേ, ആ സമയമാകുമ്പോ ഉമ്മച്ചി വരും. ഉമ്മച്ചിക്ക് ഉമ്മ എടുത്താളെ. ഓണം കൊണ്ട് പോയപ്പോ ഞാൻ എടുത്താളോ തരടുക്കിച്ചു നോക്കി പോണട്ടാ. ഞാൻ ഉണ്ടാക്കി ചെയ്യാ. ഐശു നോക്കി പോണട്ടോ. മാമിന്റെ പേര് ഉമ്മച്ചി വയലിന് പോയതാണ്.
അമ്മച്ചി വയറ് കഴിഞ്ഞിട്ട് വേഗം വരും കേട്ടോ. അമ്മച്ചി വേഗം വരണേമ്മ. ഞങ്ങൾക്ക് മുട്ടായി ഉണ്ട് എനിക്ക് ചേച്ചിക്ക്. പോയിട്ടോ. ഓക്കെ ബൈ, സി യു. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.